എൻ്റെ പേര് ജിഷ മാത്യു. ഇതെൻ്റെ ഫാദർ മിസ്റ്റർ മാത്യു MP. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ സെൻറ്റ് ജോർജ് ചർച്ച് മാൻവട്ടത്തിൽ നിന്ന് വരുന്നു. 2019 എൻ്റെ ഫാദറിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. സ്കൂട്ടർ സ്കിഡായിട്ട് റിഫ്രാക്ചർ ആയിരുന്നു. അത് സീരിയസ് ആയിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഒരു 0 എക്സ്പെക്റ്റേഷനാണ്, ഒരു പ്രതീക്ഷയില്ല, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാവിലെ, ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അന്ന് രാവിലെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയപ്പം കൃപാസനമാതാവ് ഡാഡിയെ ബ്ലേസ് ചെയ്യുന്നതായിട്ട് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ രാവിലെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടപ്പോൾ പറയുന്നത് ഡാഡി കോൺഷ്യസ് ആയി, ഇപ്പോൾ കുറച്ച് പ്രോഗ്രസ് ഉണ്ട്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ വെൻറ്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തു. ഡാഡി ഓരോ ദിവസവും പ്രോഗ്രസ് ആയി, ഇപ്പം കംപ്ലീറ്റ്ലി റിക്കവറി ആയി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് മിസ്റ്റർ മാത്യുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് 0 എക്സ്പെക്റ്റേഷൻ ആയിരുന്നു, ഇതൊരു ശരിക്കും ഒരു മിറക്കിൾ ക്യൂറാണെന്നാണ്. ഞങ്ങളും എൻ്റെ കുടുംബം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു 6 മാസം മുൻപ് പോയിട്ട് എക്സാമിന് വേണ്ടിയിട്ട്. എക്സാം വളരെ ടഫായിരുന്നു, എനിക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞ് പിന്നെ പ്രാർത്ഥിക്കാൻ പോലും തോന്നിയില്ല, കാരണം നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം വാസ് വെരി ടഫ്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം, എൻ്റെ ബ്രദറിന് വേണ്ടി ഞാൻ ഒരു നല്ലൊരു പ്ലേസ്മെൻറ്റ് ജോബിന് വേണ്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. UK എൻ്റെ ബ്രദറിന് നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടി, നല്ല രീതിയിൽ അവരിപ്പോൾ അവിടെ ജീവിക്കുന്നു. ഇത്രയും തന്നെ ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു.